Hi students, അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി എന്താണ് മീൻ എന്ന് പറഞ്ഞു, എങ്ങനെയാണ് മീൻ ഫൈൻഡ് ചെയ്യുക, അതിന്റെ 3 മെത്തേഡ്സ് പറഞ്ഞു അല്ലേ. ഡയറക്റ്റ് മെത്തേഡ്, അസ്യൂംഡ് മീൻ മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ മീൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ എക്സാമ്പിൾസ് ചെയ്തു. അപ്പൊ അതിന്റെ കുറച്ച് പ്രോബ്ലംസും കൂടെ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് മീൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ 3 മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the distribution below shows the number of wickets taken by bowlers in one-day cricket matches. Find the mean number of wickets by choosing a suitable method. അപ്പോൾ നമുക്ക് ഇവിടെ മീൻ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. ബൈ യൂസിങ് എ സ്യൂട്ടബിൾ മെത്തേഡ്. ഇതിന് ഈ ഒരു ഡാറ്റ കണ്ടിട്ട് ഈ ഡാറ്റയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. വാട്ട് ഡസ് ദ മീൻ സിഗ്നിഫൈ? എന്താണ് മീൻ സിഗ്നിഫൈ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ ഓഫ് വിക്കറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഇത് ഗ്രൂപ്പിൽ ഡാറ്റയാണ്. ഗ്രൂപ്പിൽ ഡാറ്റയിൽ മീൻ കാണാനാണ് നമ്മൾ 3 മെത്തേഡ്സ് പഠിച്ചത് അല്ലെ. ഡയറക്റ്റ് മെത്തേഡ്, അസ്യൂംഡ് മീൻ മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പൊ നമ്മളെ ഡാറ്റ ഇപ്പൊ സ്മോൾ ആണെങ്കിൽ, നമ്മളെ XI ഒക്കെ സ്മോൾ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുക. ബട്ട് നമ്മൾ XI യും FI ഒക്കെ ലാർജ് ആണെങ്കിൽ നമുക്ക് XI FI എന്ന് പറഞ്ഞ അഥവാ FI XI എന്ന് പറഞ്ഞ കോളം മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ നല്ലോണം ടൈം എടുക്കും. അതുപോലെ എന്താണ് നല്ലോണം കാൽക്കുലേഷൻസ് ചെയ്യണം. അപ്പൊ നമ്മൾ ലാർജ് ഡാറ്റ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡ് വെച്ചിട്ട് മീൻ കാണും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡാറ്റ നോക്കുക. 20 to 60, 60 to 100, 100 to 150, 150 to 250, 250 to 350, 350 to 450. അപ്പം നമ്മൾ ഡാറ്റ ഇങ്ങനെയാണ് അല്ലേ തന്നത്. അപ്പൊ 30, 40, 50, 60. ഇവിടെ നമ്മളത് എന്താണ് 40 ആണ് ഇതിന്റെ സൈസ്. അതുപോലെ 60 to 100 വരുമ്പോ എന്ത് വരും? 70, 80, 90, 100. ഇവിടെയും എന്താ 40. ബട്ട് ഇവിടെ എന്താ നമുക്ക് ഡിഫറൻസ് 50 ആണ് അല്ലെ. ഇവിടെ എന്ത് 150 to 250 എന്ത് വരും? ഇവിടെ 100 ആണ്. അതുപോലെ 250 to 350 100, 350 to 450 100 അല്ലേ. അപ്പൊ ഇവിടെ നമ്മളെ ക്ലാസ് സൈസ് എന്താ വേരി ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ നമ്മളെ XI എന്തായിരിക്കും? XI നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യുക? ഒരു ഗ്രൂപ്പിൽ ഡാറ്റ തന്നാല് ക്ലാസ് മാർക്ക് കാണും അല്ലെ. ക്ലാസ് മാർക്ക് എങ്ങനെയായിരുന്നു കാണുക? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അതായിരിക്കും നമ്മളെ XI അല്ലെ ഗ്രൂപ്പ് ഡാറ്റയില്. അപ്പൊ നമുക്ക് ഇതിൽ മീൻ ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? ഇവിടെ നമ്മളെ നമ്പർ ഓഫ് വിക്കറ്റ്സ് 20 to 60, 60 to 100, 100 to 150, then 150 to 250, 150 to 250, 250 to 350, then 350 to 450, 350 to 450. ഇതാണ് നമ്മുടെ ക്ലാസ് ഇന്റർവൽ അഥവാ നമ്മുടെ നമ്പർ ഓഫ് വിക്കറ്റ്സ് തന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ നമ്പർ ഓഫ് ബോളേഴ്സ് എഴുതണം. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ബോളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ FI ആണ് അല്ലെ. നമ്മുടെ ഫ്രീക്വൻസി ആണ് നമ്പർ ഓഫ് ബോളേഴ്സ്. ഏതൊക്കെ? 7, 5, 16, 12, 2, 3. ഓക്കെ, അപ്പൊ നമ്മൾ FIയും ആയി. ഇനി നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഇന്റർവെൽ എന്താ? ലാർജ് ഇന്റർവെൽ ആണ് അല്ലെ. അഥവാ നമുക്ക് XI ഫൈൻഡ് ചെയ്യാം. XI എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ് മാർക്ക് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ 20 plus 60 80 കിട്ടി. 80 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 40. ഇനി അടുത്തത് 60 plus 100 160. 160 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 80. Then next 100 plus 150 250. 250 divided by 2 എന്താ? 250 divided by 2. 1 2s are 2. Then 5 2 2s are 4. 1 0 5 2s are 10. അപ്പൊ 125. ഇവിടെ നമുക്ക് 125 എന്ന് കിട്ടി. Then ഇവിടെ എന്ത് വരും? 300 400 വരും അല്ലെ. 250 plus 150 എന്ന് പറഞ്ഞാല് 400. 400 divided by 2 എന്ന് പറഞ്ഞാല് 200. Then next ഇതെന്ത് വരും? 600 വരും അല്ലെ. 350 plus 250
600 divided by 2 എന്ന് പറഞ്ഞാൽ 300. Then next 350 plus 450 എന്ത് വരും? 400 plus 300 എന്ന് പറഞ്ഞാൽ 700 plus 50കളെ ആഡ് ചെയ്യുമ്പോൾ 800 by 2 എന്ന് പറഞ്ഞാൽ 400. അപ്പൊ നമ്മൾ XIകൾ നോക്കാം. XI ഒക്കെ ലാർജ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ FI XI ഫൈൻഡ് ചെയ്യാം. എന്നിട്ട് ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഇത് ഫൈൻഡ് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. ബട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കുറെ ടൈം എടുക്കൂലേ. നമ്മൾ XI ഒക്കെ ലാർജ് ആണ് അല്ലെ. അപ്പൊ ലാർജ് ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? അതുപോലെ നമ്മളെ ക്ലാസ് സൈസ് എന്താ വേരി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നമ്മൾ തേർഡ് മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് മീൻ കാണാം. ഇനി നമ്മൾ എന്താ ചെയ്യുക? DI കാണൂ അല്ലെ. DI എന്ന് പറഞ്ഞാൽ XI മൈനസ് A ആണ്. A എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ ആണ്. അസ്യൂംഡ് മീൻ നമുക്ക് എന്തെടുക്കാം? മിഡിൽ നമ്പേഴ്സ് ആണ് എടുക്കാം. ഇവിടെ മിഡിൽ നമ്പേഴ്സ് 125ഉം 200ഉം ആണ്. അപ്പൊ നമ്മൾ കാൽക്കുലേഷൻ ഒന്നും കൂടെ സിമ്പിൾ 200 യൂസ് ചെയ്യുന്നതല്ലേ. അപ്പൊ നമുക്ക് 200 എടുക്കാം അസ്യൂംഡ് മീൻ. 125 എടുത്താലും നമ്മളെ ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ A നമ്മൾ എടുക്കുന്നത് 200 ആണ്. നമ്മളെ കാൽക്കുലേഷൻ ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാനും വേണ്ടി. ഓക്കെ, അപ്പൊ ഇനി 40 ഓരോ XIന്നും നമ്മൾ എന്ത് ചെയ്യണം? 200 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 40 മൈനസ് 200 എന്ത് വരും? -160. -160. ഇനി 80 മൈനസ് 200. 80 മൈനസ് 200 എന്ത് വരും? -120. Then 125 മൈനസ് 200. 200 മൈനസ് 125. 10 എന്ന് 5 പോയാൽ 5. ഇവിടെ 9 ഉണ്ടാവും. 9 2 പോയാൽ 7. അപ്പം എന്ത് കിട്ടി? -75. ഇനി നമ്മൾ നോക്കുക, ഇവിടെ എന്താ? 200 ആണ് അല്ലെ. 200 മൈനസ് 200 0. ഇനി 300 മൈനസ് 200 XI മൈനസ് A ആണ് അല്ലെ. അപ്പൊ 300 മൈനസ് 200 വിച്ച് ഈസ് ഈക്വൽ ടു 100. Then 400 മൈനസ് 200 വിച്ച് ഈസ് ഈക്വൽ ടു 200. അപ്പൊ നമ്മൾ DI ഒക്കെ ഫൈൻഡ് ചെയ്തു. ബട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ആണ്. ഇനി അസ്യൂംഡ് മീൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? FIയും DIയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു കോളം കൂടെ ഉണ്ടാക്കും. എന്നിട്ട് D ബാർ കാണും. D ബാർ എന്ന് പറഞ്ഞാൽ FI DIന്റെ സമ്മ് ഡിവൈഡഡ് ബൈ സമേഷൻ FI. അപ്പൊ D ബാർ കിട്ടും. D ബാറിലോട്ട് A നമ്മൾ അസ്യൂംഡ് മീൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ മീന് കിട്ടും. ബട്ട് ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്തത് UI കാണണം. UI ഈസ് ഈക്വൽ ടു എന്താ? DI ബൈ H. ഇവിടെ നമ്മൾ എന്താ H എടുക്കുന്നത്? H എന്ന് പറഞ്ഞാല് എന്താ? നമ്മളെ ഇതിന്റെ വിഡ്ത്ത് ആണ് അല്ലെ, ക്ലാസ് ഇന്റർവെല്ലിന്റെ. ബട്ട് ഇവിടെ നമുക്ക് വിഡ്ത്ത് ഒരു സ്ഥലത്ത് 40 കിട്ടി, ഒരു സ്ഥലത്ത് 50 ആണ്, ഒരു സ്ഥലത്ത് 100 ആണ്. അതിങ്ങനെ ക്ലാസ് സൈസ് വേരി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് വിഡ്ത്ത് എന്താക്കിയിട്ട് എടുക്കാം? നമ്മുടെ DI നോക്കാം. DI ഈ DI എല്ലാത്തിനെയും നമുക്ക് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ H 20 ആക്കിയിട്ട് എടുക്കാം. So UI is equal to DI divided by 20. നമുക്ക് 160നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 120നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബട്ട് -75നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോയിന്റ് ഉള്ള നമ്പർ കിട്ടും. ഓക്കെ, അതുപോലെ 100നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 200നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ H ഇവിടെ എടുത്തത് 20 ആണ്. ഓക്കെ, അപ്പൊ 160 ഡിവൈഡഡ് ബൈ -160 ഡിവൈഡഡ് ബൈ 20 എന്ത് വരും? -160 ഡിവൈഡഡ് ബൈ 20. 0യും 0യും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. -16 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ -8. Then -120 ഡിവൈഡഡ് -120 ആണ് ഇവിടെയെങ്കിലോ -120 ഡിവൈഡഡ് ബൈ 20. 0യും 0യും ക്യാൻസൽ ചെയ്യുന്നു. -12 ബൈ 2 എന്ന് പറഞ്ഞാൽ -6. Then -75 divided by 20 എന്ത് വരും? 75 divided by 20. 320 60. Then 15. അപ്പം 3 into 20 is equal to 60. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടി അല്ലേ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു, ഇവിടെ ഒരു 0. അപ്പൊ 150. അപ്പൊ 20 into 5 എന്താ? 100 ആണ്. 20 into
7 എന്ത് വരും 140. അപ്പൊ 7 into 20 is 140. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 10. അഗെയിൻ നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. സോ 5 into 20 100. അപ്പൊ 3.75 ആണ്. -75നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ 3.75. ഇനി ഇവിടെ 0. ഇനി 100 divided by 20 എന്ത് വരും? 100 divided by 20. 100 divided by 20 എന്ന് പറയുമ്പോൾ എന്ത് വരും? 5. ഇനി 200 divided by 20 ആണെങ്കിലോ 200 divided by 20 അപ്പം 10 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മളെ UI-കളൊക്കെ റെഡിയായി. ഇനി നമ്മൾ അടുത്ത കോളം എന്തായിരുന്നു ചെയ്യുക? നമ്മളെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലെ നമ്മളെ UI. അപ്പോൾ നമുക്ക് ചെറുത് കിട്ടിയില്ലേ? FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ചെറുത് കിട്ടി. ഓക്കെ, അപ്പൊ UI-യും FI-യും മൾട്ടിപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് കോളം FI UI എന്ത് വരും? 7 into -8 -56 അല്ലേ? 7 into 7 49, 50, 51, 52, 53, 54, 55, 56. ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. സോ അവർ ആൻസർ ഈസ് നെഗറ്റീവ്. Then 5 into -6 -30. Then 16 into 3.75 ഫൈൻഡ് ചെയ്യണം. 16 into 3.75. 16 into 3.75. 3.75 into 16 എന്ത് വരും? ഇവിടെ നമുക്ക് 0 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 0 0 0 0 0 0 6 into 5 30. 6 into 7 42. 42ലോട്ട് 3 ആഡ് ചെയ്യുമ്പോൾ 43, 44, 45. Then 4. Then 6 into 3. Then 1 into 3, 3ലോട്ട് 2 ആഡ് ചെയ്യുമ്പോൾ 5. So 0 0 0 5 2 5. 3.75 into 16 ആണ് അല്ലേ? 3.75 into 16. 3.75 into 16 which is equal to 60 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ചെയ്തത് റോങ് ആണ്. ഇങ്ങനെയാണോ നമ്മൾ പോയിന്റ് ഉള്ള നമ്പേഴ്സ് അല്ലെ? 3.75ഉം 16ഉം. .75 into 16. നമുക്ക് പോയിന്റ് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. into 16 ചെയ്യുമ്പം 6 into 5 33. 6 into 7 42. 42ലോട്ട് 3 ആഡ് ചെയ്യുമ്പം 43, 44, 45. Then 6 into 3 18, 19, 20, 21, 22. Then 1 5s are 5, 1 7s are 7, 1 3s are 3. 0 10 0 0 1 6. ഇനി നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ 2 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ 2 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. സോ അവർ ആൻസർ ഈസ് 60.00. ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അവർ ആൻസർ ഈസ് 60. സോ 3.75 into 16 is 60. അപ്പൊ പോയിന്റ് ഉള്ള നമ്പർ നമുക്ക് പോയി കിട്ടി അല്ലേ? Then next 12 into 0 0. 2 into 5 10. Then 3 into 10 30. അപ്പൊ നമ്മൾ FI UI എന്ന് പറഞ്ഞ ഈ കോളം എന്തായി? റെഡിയായി. ഇനി നമ്മൾ എന്താ കാണേണ്ടത്? സമ്മേഷൻ FI UI കാണണം, അതുപോലെ സമ്മേഷൻ FIയും കാണണം. എന്നാലല്ലേ നമുക്ക് U ബാർ കിട്ടുള്ളൂ. യെസ്, അപ്പൊ ആദ്യം നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് -3.75 ആണ് കേട്ടോ, കാരണം -75 അല്ലായിരുന്നു. അപ്പൊ ഇത് -16 ആണ് ആവുക. ഓക്കെ, ഈ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യുക. പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പം 40 കിട്ടി. നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പം 60, 70, 80, 90. ഇത് 90 ആയി. 90 + 56
146. ഇതെന്തായി? -146. ഇനി നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യാം. -146 + 40. എന്താ? ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണെങ്കിൽ സബ്ട്രാക്ട് ആൻഡ് ഗീവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. സബ്ട്രാക്ട് ചെയ്യുക, ലാർജ് നമ്പറിന്റെ സൈൻ കൊടുക്കുക. അപ്പൊ 146 - 40. 6 - 0 6. 4 - 4 14 - 4 10. സോ 106 എന്ന് കിട്ടി. ലാർജ് നമ്പറിന്റെ സൈൻ നെഗറ്റീവ്. സോ -106 ആണ് നമ്മുടെ സമ്മേഷൻ FIUI. -106. അപ്പൊ സമ്മേഷൻ FIUI റെഡിയായി. ഇനി നമുക്ക് സമ്മേഷൻ FI കാണണം. അപ്പം നമ്മൾ എന്ത് ചെയ്യാ? ആഡ് ചെയ്യാ. 16ഉം 12ഉം 28 അല്ലേ? 28 29 30. അപ്പൊ ഇത് 30 ആയി. ഇത് 37. 37ലോട്ട് 5 ആഡ് ചെയ്യുമ്പോൾ 38 39 40 41 42 then 43 44 45. അപ്പൊ നമുക്ക് 45 എന്ന് കിട്ടി അല്ലേ? ഇത് 28, ഇത് 30 ആയി. 37 38 39 40 41 42 43 44 45. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ യു ബാർ കാണണം. നെക്സ്റ്റ് സ്റ്റെപ്പ് യു ബാർ കാണേണ്ടതാണ്. യു ബാർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? സമ്മേഷൻ FIUI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI അല്ലേ? സമ്മേഷൻ FIUI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI. എന്താ സമ്മേഷൻ FIUI? -106 ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI എന്ന് പറഞ്ഞാൽ 45. അങ്ങനെയാ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് യു ബാർ കിട്ടും. അപ്പൊ യു ബാർ ഫൈൻഡ് ചെയ്യാം. 106 ഡിവൈഡഡ് ബൈ 45. 106 ഡിവൈഡഡ് ബൈ 45. അപ്പൊ 45 ഇൻറ്റു 2 എന്താ? 90. 45 ഇൻറ്റു 3 എന്ത് വരും? 135. അപ്പം നമ്മൾ എന്ത് ചെയ്യാ? 2 ഇൻറ്റു 45 ഈസ് 90. സോ 6 16 അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ 160. അപ്പൊ 45 ഇൻറ്റു 4 എന്ത് വരും? 180. 45 ഇൻറ്റു 3 5 ഇൻറ്റു 3 15. 4 ഇൻറ്റു 3 12. 12ലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ 13. അപ്പം 3 135. 10 minus 5 is 5. Then here it is 5. 5 minus 3 is 2. 25. അല്ലേ? ഇനി again 250 എന്ന് വരും. അപ്പം 250. 45 ഇൻറ്റു 6. 260 എന്നാണ് അല്ലേ വരിക. 5 ഇൻറ്റു 6 30. 4 ഇൻറ്റു 6 4 ഇൻറ്റു 6 24. 24ലോട്ട് 3 ആഡ് ചെയ്യുമ്പോൾ 27. 270 എന്ന് വരും അല്ലേ? അപ്പൊ നമുക്ക് എന്താ? 45 ഇൻറ്റു 5 ചെയ്ത് നോക്കാം. 45 ഇൻറ്റു 5 225. അപ്പം 5 ഇൻറ്റു 45 225. Then 10 minus 5 5. 4 minus 2 225. ഇനി again നമുക്ക് 250 ആണ് അല്ലേ കിട്ടുന്നത്? again 250 കിട്ടുന്നു. 5 കൊടുക്കുന്നു. അങ്ങനെ 2.355 അങ്ങനെ നമ്മളത് എന്താ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ നമ്മൾ 106 ഡിവൈഡഡ് ബൈ 45 ചെയ്യാം. 106 ഡിവൈഡഡ് ബൈ 45 എന്താ കണ്ടോ? 2.3 ബാക്കി ഫുള്ള് 5555 അങ്ങനെ ആയിരിക്കും. അപ്പൊ നമുക്ക് 2.35 സ്റ്റോപ്പ് ചെയ്യാം. 2.35. സോ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയതുകൊണ്ട് നമ്മൾ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ്. നെഗറ്റീവ് 2.35. ഓക്കെ, ഇനി നമുക്ക് യു ബാർ ആണോ ഫൈൻഡ് ചെയ്യേണ്ടത്? അല്ല, നമ്മൾ മീൻ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എക്സ് ബാർ. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് എച്ച് ഇൻറ്റു യു ബാർ. ദാറ്റ് ഈസ് എ എന്താ? നമ്മൾ എ എടുത്തത് നമ്മൾ അസ്യൂംഡ് മീൻ 200 ആയിരുന്നു. പ്ലസ് എച്ച് എടുത്തത് നമ്മൾ 20 ആയിരുന്നു. ഇൻറ്റു യു ബാർ എന്ന് പറഞ്ഞാൽ -2.35. ഓക്കെ, -2.35.
-2.35 എന്ന് കിട്ടി. ഇനി നമ്മൾ -2.35നെയും 20നെയും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിലോട്ട് 200 ആഡ് ചെയ്യാം. -235 × 20 എന്ത് വരും? 0 0 0 2 5s are 10 2 3s are 6 6ലോട്ട് 1 ആഡ് ചെയ്യുമ്പം 7 2 2s are 4 4 7 0 0 then point 2 numbers കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. സോ -47 ആണ്. 2.35 × 70 2.35 × 20 which is equal to 47 അല്ലേ? സോ -47 എന്ന് വരും, which is equal to 200 plus -47. ഈ 200 plus -47 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 200 plus -47. അപ്പൊ ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. സോ സബ്ട്രാക്ട് ആൻഡ് ഗിവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. സോ 200 ന്ന് 47 സബ്ട്രാക്ട് ചെയ്യുക. 10 - 7 3 then 9 9 - 4 5. Here it is 1 which is equal to 153. So നമ്മൾ x bar എന്ത് കിട്ടി? 153 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ നോക്കാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നമ്മളെ ആൻസറിൽ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ഓഫ് വിക്കറ്റ്സ് ഫൈൻഡ് ചെയ്തു അല്ലെ? അതാണ് നമ്മളെ ക്ലാസ് ഇന്റർവെല്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്പർ ഓഫ് ബോളേഴ്സ് ചെയ്തു. നമ്പർ ഓഫ് ബോളേഴ്സ് നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 28 ആണ് എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ആഡ് ചെയ്യുമ്പം 30 ആണ് എന്ന് കിട്ടി. 35 then 10 ആഡ് ചെയ്യുമ്പം 45. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? നമ്മളെ നമ്പർ ഓഫ് സമ്മേഷൻ FI 45 ആണ് എന്ന് കിട്ടി. അതുപോലെ XI നമ്മൾ ഫൈൻഡ് ചെയ്തു, DI ഫൈൻഡ് ചെയ്തു, UI ഫൈൻഡ് ചെയ്തു, അതുപോലെ FI UI ഫൈൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ U ബാർ കണ്ടു. അതാണ് -106 divided by 45. -106 divided by 45 -2.35 കിട്ടി. ഇനി x ബാർ കാണാൻ A + H U ബാർ ആണ്. നമ്മളെ A 200 ആണ്, അതുപോലെ നമ്മളെ H 20 ആണ്. അപ്പൊ -2.35ലോട്ട് 20 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? -47 കിട്ടി. -47 + 200. ഓക്കെ, ഇനി ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. സോ സബ്ട്രാക്ട് ആൻഡ് ഗിവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. സോ 10 - 7 3 9 - 4 9 - 4 5 ഇവിടെ 153. സോ അവർ മീൻ ഈസ് 153 ആണ് നമുക്ക് മീൻ കിട്ടിയത്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് മനസ്സിലാക്കാം? സോ നമ്മൾ എന്ത് പറയാ? നമ്മളെ മീൻ ഈസ് ഈക്വൽ ടു 153. വാട്ട് ഡസ് ദ മീൻ സിഗ്നിഫൈ? എന്താ മീൻ സിഗ്നിഫൈ ചെയ്യുന്നത്? നമ്മളെ ആവറേജ് അല്ലെ? ഇപ്പൊ ടോട്ടൽ നമുക്ക് 45 ബോളേഴ്സ് ഉണ്ട്. 45 ബോളേഴ്സിന്റെ ആവറേജ് നമ്പർ ഓഫ് വിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ 153 ആണ് എന്ന് കിട്ടി. ഓക്കെ, 153 ആണ് നമ്മളെ 45 ബോളേഴ്സിന്റെ ആവറേജ് മീൻ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മീൻ കണ്ടത്. കാരണം നമ്മളെ എന്താണ്, നമ്മളെ ക്ലാസ് സൈസ് വേരി ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മളെ XI ഒക്കെ ലാർജ് ആണ്. അപ്പൊ നമ്മൾ DI കണ്ടു, UI കണ്ടു, FI UI കണ്ടു, അങ്ങനെ U ബാർ കണ്ടു. U ബാറിലോട്ട് H എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് A ആഡ് ചെയ്യും. സോ അവർ ആൻസർ ഈസ് 153. അവർ മീൻ ഈസ് 153. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളെ മീൻ കണ്ടു. The next one, a survey was conducted by a group of students as a part of their environment awareness program, in which they collected the following data. അപ്പൊ ഇതാണ് അവർ കളക്ട് ചെയ്ത ഡാറ്റ. Regarding the number of plants in 20 houses in a locality, find the mean number of plants per house. അപ്പൊ ഇവിടെയും നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? മീൻ ആണ്. അപ്പം ഈ പ്ലാന്റ്സ് പെർ ഹൗസിന്റെ പ്ലാന്റ്സിന്റെ നമ്പർ ഓഫ് പ്ലാന്റ്സിന്റെ മീൻ ഫൈൻഡ് ചെയ്യണം. വിച്ച് മെത്തേഡ് ഡിഡ് യു യൂസ് ഫോർ ഫൈൻഡിങ് ദ മീൻ ആൻഡ് വൈ? അപ്പൊ ഇവിടെ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് മീൻ ഫൈൻഡ് ചെയ്യുക, ആൻഡ് വാട്ട്സ് ദ റീസൺ ഫോർ യൂസിങ് ദാറ്റ് മെത്തേഡ്? സോ നമ്മൾ എന്ത് ചെയ്യാം? നമ്പർ ഓഫ് പ്ലാന്റ്സ് അതാണ് നമ്മളെ ക്ലാസ് ഇന്റർവൽ.
ഏതാ 0 to 2, 2 to 4, 4 to 6, 6 to 8, 8 to 10, 10 to 12, 12 to 14. Then number of houses. Number of houses ആണ് എന്ത് നമ്മളെ FI അല്ലേ? നമ്മളെ FI ആണ് number of houses. 1 to 1, 1 to 1, 5, 6, 2, 3. ഓക്കെ, നമ്മൾ FI റെഡിയായി. ഇനി നമ്മൾ ഏത് മെത്തേഡാണ് ഇതിൽ യൂസ് ചെയ്യുക? നമ്മൾ XI എന്ത് വരും? XI എന്ന് പറഞ്ഞാൽ ക്ലാസ് മാർക്ക്. upper limit plus lower limit divided by 2. 0 plus 2 divided by 2. 2 by 2 is equal to 1. 2 plus 4, 6. 6 by 2 is 3. Then 4 plus 6, 10. 10 by 2 is 5. Then 6 plus 8 എന്ത് വരും? ഇവിടെ നമുക്ക് 1 കഴിഞ്ഞിട്ട് 2, 3. Then 4, 5. അപ്പൊ 6 ഇല്ല, ഇവിടെ 7 ആയിരിക്കും അല്ലെ? 6 plus 8 എന്ന് വരുമ്പോ 9, 10, 11, 12, 13, 14. 14 by 2 എന്ന് പറഞ്ഞാൽ 7. Then 18 by 2 എന്ന് പറഞ്ഞാല് 9. Then 10 plus 12 എന്ന് പറയുമ്പോൾ 22. 22 by 2 എന്ന് പറയുമ്പോൾ 11. 12 plus 14 എന്ന് പറയുമ്പോൾ 16. സോറി, 4 plus 2, 6. 26 എന്ന് വരും. 26 by 2, 13. സോ നമ്മളെ XIകൾ കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ XI ഒക്കെ സ്മോൾ ആണ്, നമ്മളെ FIയും സ്മോൾ ആണ്. രണ്ടും സ്മോൾ ആണെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? നമ്മളെ ഫസ്റ്റ് മെത്തേഡായ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മളെ നെക്സ്റ്റ് കോളം FI, XI. സോ 1 into 1, 1. 2 into 3, 6. 1 into 5, 5. 5 into 7, 35. 6 into 9 എന്ത് വരും? 6 into 9. 9, 18, 27, 36, 45, 54, 63. 54 എന്ന് വരും അല്ലേ? 6 into 9. 1, 2, 3, 4, 5, 6. Okay. Then 2 into 11 എന്ത് വരും? 22. Then 3 into 13 എന്ത് വരും? 13 into 3. 3 into 3, 9. 1 into 3, 3. So our answer is 39. ഓക്കെ, 39. അപ്പൊ നമ്മളെ FI, XI റെഡിയായി. ഡയറക്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് ഒന്നും നോക്കണ്ട. ഇനി നമ്മൾ സമ്മേഷൻ FI, XI ഫൈൻഡ് ചെയ്യുക, അതുപോലെ സമ്മേഷൻ FI ഫൈൻഡ് ചെയ്യുക. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നമ്മളെ X ബാർ അഥവാ നമ്മളെ മീന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 39 പ്ലസ് 22 പ്ലസ് 54 പ്ലസ് 35 പ്ലസ് 5 പ്ലസ് 6ഉം 1ഉം കൂടെ നമുക്ക് 7 എന്ന് എഴുതാം. സോ ഇതെന്ത് വരും? 5ഉം 5ഉം 10, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32. ഇവിടെ 32 എന്നു 3. Then 5, 10, 13, 16. സോ ഇതെന്ത് കിട്ടി? 162 എന്ന് കിട്ടി. നമ്മളെ എന്ത് FI, XI 162 എന്ന് കിട്ടി. ഇനി സമ്മേഷൻ FI നോക്കാം. 5, 2ഉം 3ഉം ആഡ് ചെയ്തപ്പം 5 കിട്ടി. 5ഉം 5ഉം 10, 10ലോട്ട് 6 ആഡ് ചെയ്യുമ്പോൾ 16, 17, 18, 19, 20. ഓക്കെ, അപ്പൊ നമ്മളെ FI 20 കിട്ടി. ഇനി നമ്മൾ എന്ത് കാണും? X bar is equal to summation FI, XI divided by summation FI, which is equal to 162 divided by 20. 162 divided by 20. 162 by 20. അപ്പൊ എന്ത് വരും? 20 into 8 ചെയ്ത് നോക്കാം. 160 ആണ് അല്ലേ? അപ്പൊ 8 into 20 is 162. Then 0 ഇവിടെ പോയിന്റ് ഇടും. 1 into 20 is 20. So our answer is 8.1. So our mean is
8.1. സിമ്പിൾ അല്ലെ? നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ ആണ്. ബട്ട് നമ്മളെ ഡാറ്റ എന്തായിരിക്കും? നമ്മളെ XIയും FIയും എന്തായിരിക്കണം? സ്മോൾ ആവണം. എന്നാലേ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം XIയും FIയും സ്മോൾ ആണെങ്കിൽ മാത്രമേ നമ്മളെ FI XIയും സ്മോൾ ആവുള്ളൂ. നമുക്ക് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സമേഷൻ FI XI കിട്ടി, സമേഷൻ FI കിട്ടി. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി, നമ്മളെ മീന് കിട്ടും. സോ ഹിയർ മീൻ ഈസ് ഈക്വൽ ടു 8.1. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് എന്താ? മീൻ നമ്പർ ഓഫ് പ്ലാന്റ്സ് പെർ ഹൗസ്. സോ മീൻ നമ്പർ ഓഫ് പ്ലാന്റ്സ് പെർ ഹൗസ് ഈസ് ഈക്വൽ ടു 8.1. ഓക്കെ, 8.1 ആണ് എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത്? ഡയറക്റ്റ് മെത്തേഡ്. അപ്പൊ എക്സാമിനൊക്കെ നിങ്ങൾ FIയും XIയും നോക്കുക. FIയും XIയും സ്മോൾ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമ്മളെ മീന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? The next question. The following distribution shows the daily pocket allowance of children of a locality. The mean pocket allowance is ₹18. ഇവിടെ നമുക്ക് എന്താ? മീന് തന്നിട്ടുണ്ട്. മീന് ഫൈൻഡ് ചെയ്യാനല്ല, മീൻ ഓൾറെഡി ഗിവൺ ആണ്. ഫൈൻഡ് ദ മിസ്സിംഗ് ഫ്രീക്വൻസി F. ഇവിടെ നമ്മളെ മിസ്സിംഗ് ഫ്രീക്വൻസി F ഫൈൻഡ് ചെയ്യണം. ഓൾറെഡി 18 മീന് തന്നിട്ടുണ്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ. അപ്പൊ മീൻ തന്നത് എന്താ? F ഫൈൻഡ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. മീന് ഫൈൻഡ് ചെയ്യുന്നത് ചെയ്യാം, എന്നിട്ട് നമുക്ക് Fന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ടേബിൾ വരയ്ക്കാം. ഡെയിലി പോക്കറ്റ് അലവൻസ്, ഡെയിലി പോക്കറ്റ് അലവൻസ് 11 to 13, 13 to 15, 15 to 17, 17 to 19, 19 to 21, 21 to 23, 23 to 25. ഓക്കെ, അപ്പൊ നമ്മൾ ഡെയിലി പോക്കറ്റ് അലവൻസ് അഥവാ ക്ലാസ് ഇന്റർവെല് നമ്മൾ എഴുതി. ഈ നമ്പർ ഓഫ് ചിൽഡ്രൻ, നമ്പർ ഓഫ് ചിൽഡ്രൻ ഇതാണ് നമ്മളെ എന്ത്? FI അല്ലെ? നമ്മളെ FI ആണ് നമ്പർ ഓഫ് ചിൽഡ്രൻ. ഏതൊക്കെ? 7, 6. നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ത് വരും? നമ്പർ ഓഫ് ചിൽഡ്രൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ചിൽഡ്രൻ അഥവാ നമ്മളെ FI. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളം അല്ലെ? 7 to 6, 7, 6, 9, 13, 19 to 21ന്റെ നമുക്ക് തന്നിട്ടുണ്ടോ ഫ്രീക്വൻസി? ഇല്ല. അപ്പൊ നമുക്ക് F എന്ന് എഴുതാം. F 5, 4. അപ്പൊ FI റെഡിയായി. ഇനി നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. നമുക്ക് ഇവിടെ അസ്യൂംഡ് മീൻ മെത്തേഡ് യൂസ് ചെയ്യാം. അങ്ങനെ ഫ്രീക്വൻസി കാണാനുള്ളതിൽ നമുക്ക് അസ്യൂംഡ് മീൻ മെത്തേഡ് ആണ് ഒന്നും കൂടെ നല്ലത്. ഓക്കെ, അപ്പൊ അസ്യൂംഡ് മീൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ F ഫൈൻഡ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് എന്ത് കാണണം? ക്ലാസ് മാർക്ക് കാണണം അല്ലെ? ഇത് ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. അപ്പൊ ക്ലാസ് മാർക്ക് കാണണം. 11 + 13 ഡിവൈഡഡ് ബൈ 2. 11 + 30 എന്ന് പറയുമ്പോൾ എന്ത് വരും? 24 അല്ലെ? 3 + 1 4, 1 + 1 2. 24ന്റെ ഹാഫ് 12. ഇനി 13 + 15 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 28. 28ന്റെ ഹാഫ് 14. Then next 15 + 17 വരുമ്പോൾ 32. 32ന്റെ ഹാഫ് എന്ത് വരും? 16. Then 17 + 19. 17 + 19 എന്ന് വരുമ്പം 36 എന്ന് വരും അല്ലെ? 36ന്റെ ഹാഫ് എന്ത് വരും? 18. Then next 19 + 21 എന്ന് വരുമ്പം 40. 40ന്റെ ഹാഫ് 20. Then 21 + 23 എന്ന് വരുമ്പം 44. 44ന്റെ ഹാഫ് 22. Then 23 + 25 എന്ന് വരുമ്പം 48 എന്ന് വരും. 48ന്റെ ഹാഫ് 24. അപ്പൊ നമ്മൾ നോക്കാം. നമ്മൾ XI 12, 13 ഇല്ല 14, 15 ഇല്ല 16, 17 ഇല്ല 18, 18 ഇല്ല 19 ഇല്ല 20, 21 ഇല്ല 22, 23 ഇല്ല 24. അങ്ങനെ ഒരു ഓർഡറിലാണ് വരിക. കാരണം നമ്മളെ ക്ലാസ് സൈസ് എന്താ ഇവിടെ? ഈക്വൽ ആണ് അല്ലെ? ഇനി XI നോക്കുക. XI
FI. അപ്പൊ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് അങ്ങനെയും ഫൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അസ്യൂംഡ് മീൻ മെത്തേഡ് യൂസ് ചെയ്യാം. അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയുമ്പം നമ്മൾ എന്ത് എടുക്കണം, ഒന്ന് മീൻ ആക്കിയിട്ട് എടുക്കണം അല്ലെ. അപ്പൊ മീൻ എന്ന് വരുമ്പോൾ നമ്മളെ മീൻ ഇവിടെ 18 ആണ്, മിഡിലത്തെ നമ്പർ 18 ആണ്. അപ്പൊ 18 നമ്മൾ മീൻ ആക്കിയിട്ട് എടുത്തു. സോ DI ഈസ് ഈക്വൽ ടു XI മൈനസ് A. അപ്പൊ 12 മൈനസ് 18 മൈനസ് 6, then 14 minus 18 minus 4, 16 minus 18 minus 2, 0, 2, then 22 minus 18, 4, then 24 minus 18, 19, 20, 21, 22, 23, 24, 6 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ DI ഫൈൻഡ് ചെയ്തു. ഇനി നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് ആണെങ്കിൽ നെക്സ്റ്റ് കോളം എന്ത് വരും, FIയും DIയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. സോ FI DI 7 into 6 minus 42, then 6 into minus 4, 7 into minus 6 ആയതുകൊണ്ട് minus 42, 6 into minus 4 minus 24, then 9 into minus 2 minus 18, then 13 into 0, 0, 2 into F, 2F, then 5 into 4, 20, 4 into 6, 24. ഓക്കെ, അപ്പൊ നമ്മൾ FI DI എന്ന് പറഞ്ഞ കോളം റെഡിയായി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, സമ്മേഷൻ FI DI ഫൈൻഡ് ചെയ്യണം, അതുപോലെ സമ്മേഷൻ FIയും ഫൈൻഡ് ചെയ്യണം. സമ്മേഷൻ FI എന്ത് വരും, 9, 6, 7, 5, 4 ഒക്കെ കൂടെ ആഡ് ചെയ്യാം. 5 + 4 എന്ത് വരും, 9, 9ഉം 9ഉം 18, 18ലോട്ട് 13 ആഡ് ചെയ്യുമ്പോൾ 18 + 13 31, 31 then 31ലോട്ട് 6 ആഡ് ചെയ്യുമ്പോൾ 37, 37ലോട്ട് 7 ആഡ് ചെയ്യുമ്പോൾ 44. അപ്പൊ നമുക്ക് ഇവിടെ 44 പ്ലസ് F മറക്കരുത്, F നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പൊ 44 പ്ലസ് F എന്നായി. 9ഉം 9ഉം 18, 18ലോട്ട് 13 ആഡ് ചെയ്തപ്പം 31, then 31ലോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്തു, 6 ആഡ് ചെയ്തപ്പം 37, then 37ലോട്ട് 7 ആഡ് ചെയ്തപ്പം 44. ഓക്കെ, 44 പ്ലസ് F കിട്ടി, സമ്മേഷൻ FI. ഇനി നമ്മൾ സമ്മേഷൻ FI DI ഫൈൻഡ് ചെയ്യണം. എന്താ FI DI സം ചെയ്യുമ്പം ആദ്യം നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ 8ലോട്ട് 4 ആഡ് ചെയ്യുമ്പോൾ 12, 12ലോട്ട് 2 ആഡ് ചെയ്യുമ്പോൾ 14, then 1 ഉണ്ടാവും, then 4, 2, 6, 6, 7, 8, അപ്പൊ -84 എന്ന് കിട്ടി. നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ കൂടെ ആഡ് ചെയ്തപ്പം -84. ഇനി പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇതെന്ത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 44. പിന്നെ ഒരു 2Fഉം കൂടെ ആഡ് ചെയ്യാണ്ടായിരിക്കും. അപ്പം -84 പ്ലസ് 44, ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. സബ്ട്രാക്ട് ആൻഡ് ഗിവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, സബ്ട്രാക്ട് ആൻഡ് ഗിവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, 4 - 4 0, 8 - 4 40, -40 എന്ന് കിട്ടി. സോ -40 കിട്ടി ടോട്ടൽ. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, 2F, -40 പ്ലസ് 2F. അപ്പൊ ഇവിടെ -40 പ്ലസ് 2F കിട്ടി, ഇവിടെ 44 പ്ലസ് F കിട്ടി. ഇനി നമ്മൾ D ബാർ ഫൈൻഡ് ചെയ്യാം. D ബാർ ഈസ് ഈക്വൽ ടു -40 plus 2F divided by 44 plus F അല്ലേ. D ബാർ എന്ന് പറഞ്ഞാല് സമ്മേഷൻ FI DI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI ആണ്. സോ -40 plus 2F ഡിവൈഡഡ് ബൈ 44 plus F. ഇനി നമുക്ക് X ബാർ കാണണം. X ബാർ ഈസ് ഈക്വൽ ടു A plus G ബാർ. എന്താ നമ്മൾ ഇവിടെ A എടുത്തത്, നമ്മളെ A എന്താ, 18 ആണ്. നമ്മളെ മീനും തന്നിട്ടുണ്ട് 18 ആണ്. ഓക്കെ, അപ്പൊ X ബാർ ആണ് നമ്മളെ മീൻ. 18 ഈസ് ഈക്വൽ ടു എയും 18 ആണ് പ്ലസ് D ബാർ എന്താ, D ബാർ എന്ന് പറഞ്ഞാൽ -40 plus 2F
divided by 44 plus f. ഓക്കെ, അപ്പൊ നമ്മൾ എയും 18 ആണ്, നമുക്ക് മീന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 18 ആണ്. ഇനി -എഫ് മാത്രം ഒരു പ്ലേസിൽ വെച്ചാലേ നമുക്ക് നമ്മളെ എഫ് കിട്ടുള്ളൂ, എഫിന്റെ വാല്യൂ അല്ലെ. 44 plus f is equal to ഈ 18 ഇവിടെ പോയാൽ എന്ത് വരും? 18 minus 18. 18 minus 18 എന്ന് പറഞ്ഞാല് 0. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് -40 plus 2f is equal to 0 divided by 44 plus f എന്താവും? into 44 plus f ആവും. അപ്പൊ into 44 plus f ആവുമ്പം 0നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 തന്നെയല്ലേ കിട്ടുക? അപ്പൊ 0. ഓക്കെ, ഇനി എഫ് മാത്രം ഒരു പ്ലേസിൽ, അപ്പൊ 2f is equal to 0 -40 ഉള്ളത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പം +14 ആവും. So 2f is equal to 40, f is equal to 40 divided by 2 which is equal to 20. അപ്പൊ നമ്മളെ എഫിന്റെ വാല്യൂ കാണാനായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ. എഫിന്റെ വാല്യൂ നമ്മൾ കണ്ടു. സോ അവർ ആൻസർ ഈസ് 20. അപ്പൊ നമ്മൾ എങ്ങനെ എഫിന്റെ വാല്യൂ കണ്ടത്? നമ്മൾ ഇവിടെ അസ്യൂംഡ് മീൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡെയിലി പോക്കറ്റ് അലവൻസ് നമ്മളെ ക്ലാസ് ഇന്റർവെല് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രൻ നമ്മളെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, നമ്മൾ ക്ലാസ് മാർക്ക് ഫൈൻഡ് ചെയ്തു, DI ഫൈൻഡ് ചെയ്തു, FI/DI ഫൈൻഡ് ചെയ്തു, എന്നിട്ട് സമേഷൻ FI/DI ചെയ്തു, സമേഷൻ FI ചെയ്തു. അങ്ങനെ നമുക്ക് D ബാർ കിട്ടി. D ബാർ എന്ന് പറഞ്ഞാൽ സമേഷൻ FI/DI ഡിവൈഡഡ് ബൈ സമേഷൻ FI which is equal to, അപ്പൊ നമ്മൾ എക്സ് ബാർ ഫൈൻഡ് ചെയ്യണം, A plus G ബാർ. എക്സ് ബാർ നമുക്ക് തന്നിട്ടുണ്ട് 18 ആണ്. എക്സ് ബാർ തരാൻ കാരണം എന്താ? നമുക്ക് ഫ്രീക്വൻസി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ 18 is equal to A നമ്മൾ എടുത്തത് 18 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 0 കിട്ടി. സോ 2f is equal to 14 കിട്ടും. സോ f is equal to 20. സോ നമ്മളെ നമ്മളെ ഫ്രീക്വൻസി എഫിന്റെ വാല്യൂ കാണാനായിരുന്നു. എഫിന്റെ വാല്യൂ നമുക്ക് 20 കിട്ടി. ഓക്കെ, അപ്പൊ എഫിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഫൈൻഡ് ചെയ്യാം. The next question. A class teacher has the following absentee record of 40 students of a class for the whole term. Find the mean number of days a student was absent. നമുക്ക് മീൻ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് മീൻ ഫൈൻഡ് ചെയ്യാം. ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് എന്താ? 0 to 6, 6 to 10, 10 to 14, 14 to 20, 20 to 28, 28 to 30, 28 to 38, 38 to 40. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ നമ്മളെ ക്ലാസ് സൈസ് സെയിം ആണോ? അല്ല. ഇവിടെ 0 to 6 എന്ന് പറയുമ്പോൾ 6 ആണ്, 6 to 10 എന്ന് പറയുമ്പോൾ 4 ആണ്, 10 to 40 എന്ന് പറയുമ്പോൾ 4, 14 to 20 എന്ന് പറയുമ്പോൾ 4, പിന്നെ 20 to 28 വരുമ്പോൾ 8. ക്ലാസ് സൈസ് വേരി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ഏതായാലും യൂസ് ചെയ്യണ്ട. ഓക്കെ, ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഥവാ നമ്മളെ FI തന്നിട്ടുണ്ട് 11, 10, 7, 4, 4, 3, 1. നമ്മളെ FI തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലാസ് മാർക്ക്, നമ്മൾ എപ്പോഴും ഗ്രൂപ്പിലാണെങ്കിൽ നമ്മൾ XI എന്താ എടുക്കുക? ക്ലാസ് മാർക്ക് അല്ലെ. അപ്പൊ ക്ലാസ് മാർക്ക് അഥവാ XI എന്താ? 0 to 6, അപ്പൊ 6 plus 0 divided by 2 3, 0 to 10 16, 16 by 2 8, 10 to 14 24, 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12, 14 to 20 34 എന്ന് വരും, 34 divided by 2 എന്താ? 17. Then 20 plus 28, 48, 48 divided by 2 എന്ന് പറയുമ്പം 24. Then 28 to 38, 16ന്റെ ഹാഫ്, 24ന്റെ ഹാഫ് 12, ഇവിടെ 34 വരും. അപ്പൊ 17 into 2 34 ആണ്. 20 to 28 എന്ന് പറയുമ്പോൾ എന്ത് വരും? 48, 48 24. ഇനി 28 plus 38 എന്ത് വരും? 28 plus 38 66. 66 divided by 2 എന്ന് പറയുമ്പം 33. Then 38 plus 40 എന്ത് വരും? 38 plus 40 8 78. 40 plus 38 എന്ന് പറയുമ്പം
78 എന്ന് വരും. 78 divided by 2. 3 2s are 6, 1 8. 9. 9 2s are 18. So our answer is 39. ഓക്കെ, അപ്പൊ നമ്മൾ എക്സസൈസ് ഒക്കെ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇവിടെ അസ്യൂംഡ് മീൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ അസ്യൂംഡ് മീൻ മെത്തേഡ് ആകുമ്പോൾ നമുക്ക് എ ഇവിടെ 17 എടുക്കാം. എ ഈസ് 17, മിഡിൽ നമ്പർ ആണ് അസ്യൂംഡ് മീൻ. ഓക്കെ, ഇനി ഡി ഐ ഈസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് എ. ഡി ഐ ഈസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് എ. അപ്പൊ 3 മൈനസ് 17 എന്ന് പറയുമ്പോ എന്ത് വരും? -14. Then 8 minus 17 എന്ത് വരും? 8 minus 17 -9. 12 minus 17 13 14 15 16 17 -5. ഇവിടെ 0 വരും. Then 24 minus 17 18 19 20 21 22 23 24. അപ്പൊ എന്ത് വരും? 7. Then 33 minus 17 6 16. So 16 വരും. Then 39 minus 17 എന്ത് വരും? 9 minus 7 2. 3 minus 1 2. 22. So ഇവിടെ നമുക്ക് ഡി ഐകൾ കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത കോളം എഫ് ഐ ഡി ഐ ഫൈൻഡ് ചെയ്യുക. എഫ് ഐ ഡി ഐ എന്ത് വരും? എഫ് ഐ ഡി ഐ എഫ് ഐയും ഡി ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 11 into 14 4 4 1 1 154. So our answer is -154. ഇനി 10 into -9 എന്ത് വരും? -90. 7 into -5 -35. Then 4 into 0 0. 4 into 7 28. Then 16 into 3 16 into 3 48. Then 1 into 22 22. ഓക്കെ, അപ്പൊ നമ്മളെ എഫ് ഐ ഡി ഐകൾ റെഡിയായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സമ്മേഷൻ എഫ് ഐ ഡി ഐ ഫൈൻഡ് ചെയ്യണം. സമ്മേഷൻ എഫ് ഐ ഡി ഐ അതുപോലെ സമ്മേഷൻ എഫ് ഐയും ഫൈൻഡ് ചെയ്യണം അല്ലേ? എന്നാലല്ലേ നമുക്ക് ഡി ബാർ കിട്ടുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം. നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 154 plus 90 plus 35. ഇവിടെ നമുക്ക് 9 വരും. Then here 17 2 -279 വരും അല്ലേ? Then ഇവിടെ നമുക്ക് എന്ത് വരും? 28 plus 48 plus 22. 8 plus 2 10. 10ലോട്ട് 8 ആഡ് ചെയ്യുമ്പം 18. Then 4 5 6 7 8 9 98. ഓക്കെ, അപ്പൊ -279ഉം 98ഉം അപ്പം ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. സബ്ട്രാക്ട് ആൻഡ് ഗിവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. 279 minus 98. 9 minus 8 1. Then 17 7 പോയി 8 9. ബാക്കി നമുക്ക് എന്തുണ്ടായിരിക്കും? 8. ഇവിടെ 1 181. സോ ഇവിടെ നമുക്ക് 181 എന്ന് കിട്ടി. -181. -154 plus minus -154 plus 90 plus 35 which is equal to -279. -279 എന്ന് കിട്ടി. അതുപോലെ 28 plus 48 plus 22 which is equal to 98 എന്ന് കിട്ടി. 98 minus 279 which is equal to -181. ഓക്കെ, ഇനി സമ്മേഷൻ എഫ് ഐ എന്ത് വരും? ഇവിടെ എന്ത് വരും? 21.
21 7 ആഡ് ചെയ്യുമ്പം 28. 28 4 ആഡ് ചെയ്യുമ്പം 32. 32 4 ആഡ് ചെയ്യുമ്പം 36. 36 അഗെയിൻ 4 ആഡ് ചെയ്യുമ്പം 40. അപ്പൊ സമ്മേഷൻ FI എന്ത് കിട്ടി? 40 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡി ബാർ ഫൈൻഡ് ചെയ്തൂടെ? ഡി ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ FI DI ഡിവൈഡഡ് ബൈ സമ്മേഷൻ FI മൈനസ് 181 ഡിവൈഡഡ് ബൈ 40 എന്ന് വരും. മൈനസ് 181 divided by 40, 181 divided by 40 which is equal to 4.525 എന്നാണ് വരിക. അപ്പൊ ഡിവൈഡ് ചെയ്ത് നോക്കുക, 4.525 എന്ന് വരും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നോക്കാം. 4.525 ആണ് വരിക. 181 by 40. അപ്പം 4 into 40 160 എന്ന് വരും. Then 21. ഇനി 21 കിട്ടി. ഇവിടെ നമുക്ക് ഇനി പോയിന്റ് ഇട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. ഇനി 5 into 40 എന്ത് വരും? 200. അഗെയിൻ 10 എന്ന് വരും, 0 എന്ന് കൊടുക്കും. ഇനി 2 into 40 എന്ത് വരും? 80. Then again 20 കിട്ടും, 0 ഇട്ട് കൊടുക്കും, 200 എന്ന് കിട്ടും. That is 5 into 4 200. ഓക്കെ, അപ്പൊ 4.525 എന്ന് കിട്ടി ഡി ബാർ. ബട്ട് നമുക്ക് ഡി ബാർ ആണോ ഫൈൻഡ് ചെയ്യേണ്ടത്? അല്ല, നമുക്ക് എക്സ് ബാർ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 4.525 പ്ലസ് എ അല്ലേ? എ പ്ലസ് ജി ബാർ എന്നാണ്. അപ്പൊ അതിലോട്ട് എ ആഡ് ചെയ്യണം. എ നമ്മൾ എടുത്തത് 17 ആണ്. അപ്പം 4.525 പ്ലസ് 17 എന്ത് വരും? 525 21.525 എന്ന് കിട്ടും അല്ലേ? 21.525. എ എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പം നമുക്ക് 4.525 പ്ലസ് 17 വിച്ച് ഈസ് ഈക്വൽ ടു 21.525. അപ്പൊ നമ്മുടെ മീൻ എന്ത് കിട്ടി? 21.525 ആണ് എന്ന് കിട്ടി. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്പർ ഓഫ് ഡേയ്സും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. വി വാണ്ട് ടു ഫൈൻഡ് ദ മീൻ നമ്പർ ഓഫ് ഡേയ്സ് എ സ്റ്റുഡന്റ് വാസ് ആബ്സെന്റ്. സോ ദ മീൻ നമ്പർ ഓഫ് ഡേയ്സ് ഈസ് ഈക്വൽ ടു എന്താ? 21.525 ആണ് കിട്ടി. 21.525. അപ്പൊ നമ്മളിവിടെ ഏത് മെത്തേഡ് വെച്ചിട്ടാ ചെയ്തത്? അസ്യൂംഡ് മീൻ മെത്തേഡ്. നമ്പർ ഓഫ് ഡേയ്സ് FI XI DI FI DI എന്നിട്ട് ഡി ബാർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 4.525 കിട്ടി. സോ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 21.525. അപ്പൊ നമുക്ക് ഏത് മെത്തേഡ് വെച്ചിട്ടും മീൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ മീൻ ഫൈൻഡ് ചെയ്യുന്ന സെക്ഷൻ കഴിഞ്ഞു. മീൻ ഫൈൻഡ് ചെയ്യുന്ന മെത്തേഡ്സ് നന്നായിട്ട് പഠിക്കുക. ഏതൊക്കെ? ഡയറക്റ്റ് മെത്തേഡ്, അസ്യൂംഡ് മീൻ മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡും നന്നായിട്ട് പഠിക്കുക. അത് വെച്ചിട്ട് മീൻ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡാണ്. നമ്മൾ ഓൾറെഡി നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയില് മീന്, മീഡിയന്, മോഡ്. അതിൽ മീൻ ഫൈൻഡ് ചെയ്യാനുള്ളത് നമ്മൾ 3 മെത്തേഡ്സും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡാണ്. മോഡ് ഓഫ് ഗ്രൂപ്പ്ഡ് ഡാറ്റ. അപ്പൊ മോഡ് എന്താണ് മോഡ്? എ മോഡ് ഈസ് ദാറ്റ് വാല്യൂ എമംഗ് ദ ഒബ്സർവേഷൻ വിച്ച് ഒക്കേഴ്സ് മോസ്റ്റ് ഓഫൺ. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഒബ്സർവേഷൻ ഹാവിംഗ് ദ മാക്സിമം ഫ്രീക്വൻസി. അപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഏതാ? അതായിരിക്കും നമ്മളെ മോഡ്. മാക്സിമം ടൈം ഒക്കർ ചെയ്യുന്നത് അഥവാ മാക്സിമം ഫ്രീക്വൻസി ഉള്ളത്. It is possible that more than one value may have the same maximum frequency. ചില ടൈമിൽ എന്താണ്? മാക്സിമം ഫ്രീക്വൻസി ഉള്ള 2 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. മോർ ദാൻ 1 വാല്യൂ ഉണ്ടായിരിക്കും. 2 3 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. In such a situation, the data is said to be multimodal. Multimodal എന്ന് പറഞ്ഞാൽ more than one mode. Okay. അപ്പം ഒന്നിൽ കൂടുതൽ മോഡ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടി മോഡൽ എന്ന് പറയാം. ഇപ്പൊ നമുക്കൊരു ഡാറ്റ തന്നു 1 5 9 6 1 5. അപ്പൊ ഇവിടെ ഈ ഒരു ഡാറ്റയിൽ കൂടുതൽ ഒക്വർ ചെയ്യുന്നത് ഏതാ? 1 ഉണ്ട്
5 ഉണ്ട്. രണ്ടും എന്താ 2 ടൈംസ് ആണ് ഒക്വർ ചെയ്യുന്നത്. അപ്പം ഇവിടെ 1ഉം 5ഉം എന്താണ് മോഡാണ്. അപ്പൊ ഇതെന്താ ഒരു മൾട്ടി മോഡലാണ്. അപ്പൊ മോർ ദാൻ 1 വാല്യൂ മേ ഹാവ് ദ സെയിം മാക്സിമം ഫ്രീക്വൻസി, കൂടുതൽ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടി മോഡൽ എന്ന് പറയാം. സോ മോഡ് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ആദ്യം നമുക്ക് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എങ്ങനെ മോഡ് ഫൈൻഡ് ചെയ്യാന്നുള്ളത് നോക്കാം. The wickets taken by a bowler in 10 cricket matches are as follows. Find the mode of the data. ഈ ഒരു ഇൻഡിവിജ്വൽ സീരീസ് ആണ് തന്നത്. ഇതിന്റെ മോഡ് കാണണം. അപ്പൊ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ നോക്കാം. ആദ്യം 2 എത്ര ടൈംസ് ഒക്വർ ചെയ്യുന്നുണ്ട്? 1 2 3 2 3 ടൈംസ് ഒക്വർ ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ നോക്കാം 6 ആകെ 1 ടൈം ഉള്ളൂ. ദെൻ 4 നോക്കാം, 4 1 ടൈം ഉള്ളൂ. ദെൻ 5 നോക്കാം, 5ഉം 1 ടൈം ഉള്ളൂ. ദെൻ 0യും 1 ടൈം ഉള്ളൂ. ദെൻ 1 ടൈം ഉള്ളൂ. 3 എത്ര ടൈംസാ? 2 ടൈംസ്. അപ്പൊ നമുക്ക് ഈ ഒരു ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ ഒക്വർ ചെയ്യുന്നത് ഏതാ? നമ്പർ ഓഫ് വിക്കറ്റ്സും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ബോളേഴ്സ് അല്ലെ. വിക്കറ്റ്സ് ടേക്കൺ ബൈ എ ബോളർ ഇൻ 10 ക്രിക്കറ്റ് മാച്ചസ്. അപ്പൊ നമ്പർ ഓഫ് മാച്ചസും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് വിക്കറ്റ്സും തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് വിക്കറ്റ്സും നമ്പർ ഓഫ് മാച്ചസും. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാ? 2 ആണ് അല്ലെ. 2 ആണ് 3 ടൈംസ് ഒക്വർ ചെയ്തത്. സോ വി ക്യാൻ സേ ദാറ്റ് 2 ഈസ് ദ മോഡ്. 2 ആണ് ഇവിടുത്തെ മോഡ്. 2 ഈസ് ദ മോഡ്. ഇവിടെ നമുക്ക് വിക്കറ്റ്സ് ആണ്, നമ്പർ ഓഫ് വിക്കറ്റ്സ് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് നമ്പർ ഓഫ് മാച്ചസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 2 ആണ് ഇവിടെ മോഡായിട്ട് കിട്ടിയത്. കാരണം കൂടുതൽ ഒക്വർ ചെയ്യുന്നത് 2 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് 2 ഈസ് ദ മോഡ്. ഇൻ എ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ബട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി അഥവാ ക്ലാസ് ഇന്റർവെൽ തന്നാല് എങ്ങനെയാണ് മോഡ് ഫൈൻഡ് ചെയ്യാന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ ദ മോഡ് ബൈ ലുക്കിംഗ് അറ്റ് ദ ഫ്രീക്വൻസീസ്. ഇപ്പൊ നമ്മളെ ഈ ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നപ്പം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏതാ കൂടുതൽ ഒക്വർ ചെയ്യുന്നത്. 2 ആണെന്ന് ഈ ഒരു ഡാറ്റ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാ? മോഡ് 2 ആണ്. ബട്ട് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ബട്ട് ഗ്രൂപ്പ് ഡാറ്റ തന്നാൽ നമുക്ക് ജസ്റ്റ് ലുക്ക് ചെയ്താണ്, ജസ്റ്റ് നോക്കിയിട്ട് മോഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. Here we can only locate a class with the maximum frequency called the model class. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് മോഡൽ ക്ലാസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. മോഡല്ല, മോഡൽ ക്ലാസ് ഫൈൻഡ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ മോഡ്, ഒരു ഗ്രൂപ്പ് ഡാറ്റ തന്നാൽ ആദ്യം മോഡൽ ക്ലാസ് ആണ് ഫൈൻഡ് ചെയ്യുക. എങ്ങനെ നമ്മൾ മോഡൽ ക്ലാസ് ഫൈൻഡ് ചെയ്യും? മാക്സിമം ഫ്രീക്വൻസി ഉള്ളത് നോക്കുക. മാക്സിമം ഫ്രീക്വൻസി ഉള്ളത് ഏത് ക്ലാസ് ഇന്റർവെല്ലിലാണോ അതായിരിക്കും നമ്മളെ മോഡൽ ക്ലാസ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മോഡ് ഈസ് എ വാല്യൂ ഇൻസൈഡ് ദ മോഡൽ ക്ലാസ്. ആ ഒരു മോഡൽ ക്ലാസ്, ഇപ്പൊ നമ്മുടെ മോഡൽ ക്ലാസ് 20 to 40 ആണെങ്കിൽ, മാക്സിമം ഫ്രീക്വൻസി ഉള്ള ക്ലാസ് ഇന്റർവെൽ 20 to 40 ആണെങ്കിൽ നമ്മളെ മോഡ് ഈ 20 to 40ന്റെ മിഡിലായിരിക്കും ലൈ ചെയ്യാം. ഓക്കെ, 20 to 40ന്റെ മിഡിലായിരിക്കും. അപ്പം ദ മോഡ് ഈസ് എ വാല്യൂ ഇൻസൈഡ് ദ മോഡൽ ക്ലാസ്. ആ ഒരു മോഡൽ ക്ലാസിന്റെ ഉള്ളിലുള്ളതായിരിക്കും നമ്മളെ മോഡ്. ആൻഡ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല മോഡ് ഈസ് ഈക്വൽ ടു L പ്ലസ് F1 മൈനസ് F0 ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു H. അപ്പൊ ഈ ഒരു ഫോർമുല നന്നായിട്ട് പഠിച്ചു വെക്കുക, എന്നാലേ നമുക്ക് ഗ്രൂപ്പ് ഡാറ്റ തന്നാൽ മോഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ L എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ്. നമ്മൾ ഓൾറെഡി മോഡൽ ക്ലാസ് ഫൈൻഡ് ചെയ്യല്ലോ. ആ മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും L. ഇപ്പൊ സപ്പോസ് 20 to 40 ആണ് നമ്മളെ മോഡൽ ക്ലാസ് എങ്കിൽ നമ്മളെ L എന്തായിരിക്കും? 20 ആയിരിക്കും. ഇതായിരിക്കും ലോവർ ലിമിറ്റ്, ഇതായിരിക്കും അപ്പർ ലിമിറ്റ് അല്ലേ. അപ്പൊ L ആണ് നമ്മളെ ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ്. ഇനി H എന്ന് പറഞ്ഞാൽ എന്താ? സൈസ് ഓഫ് ദ ക്ലാസ് ഇന്റർവൽ. ഇപ്പൊ 20 to 40 ഇവിടെ H എന്ത് വരും? നമ്മൾ എങ്ങനെ സൈസ് കാണാം? സൈസ് ഓഫ് ദ ക്ലാസ് ഇന്റർവെല് കാണാം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 20 അല്ലെ. ക്ലാസ് സൈസ് കാണാൻ അങ്ങനെയല്ലേ. അപ്പൊ സൈസ് ഓഫ് ദ ക്ലാസ് ഇന്റർവെൽ ആണ് എന്ത്? H, അസ്യൂമിങ് ഓൾ ക്ലാസ് സൈസസ് ടു ബി ഈക്വൽ. എല്ലാ ക്ലാസ് സൈസും ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്തിട്ട്. ഇനി F1 എന്ന് പറഞ്ഞാൽ എന്താ? F1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ്. ഈ ഒരു ഇതാണ് നമ്മളെ മോഡൽ ക്ലാസ് എങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണ് F1.
ഇനി എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിങ് ദ മോഡൽ ക്ലാസ്. ദാറ്റ് മീൻസ് നമ്മൾ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി F1 ആണെങ്കിൽ നമ്മൾ എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസിന്റെ മുന്നത്തെ ക്ലാസിന്റെ ഫ്രീക്വൻസി. ഓക്കെ, പ്രിസീഡിങ് മോഡൽ ക്ലാസ് അതെന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസിന്റെ മുന്നുള്ള ക്ലാസ് ഇന്റർവെല്ലിന്റെ ഫ്രീക്വൻസി F1ന്റെ മേലെ ഉള്ളതായിരിക്കും എഫ് നോട്ട്. ഇനി F2 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് സക്സീഡിങ് ദ മോഡൽ ക്ലാസ്. സക്സീഡിങ് എന്ന് പറഞ്ഞാൽ ശേഷം, പ്രിസീഡിങ് എന്ന് പറഞ്ഞാല് മുന്നേ. അപ്പം F2 എന്ന് പറഞ്ഞാല് നമ്മളെ മോഡൽ ക്ലാസിന്റെ ശേഷമുള്ള ക്ലാസ് ഇന്റർവെല്ലിന്റെ ഫ്രീക്വൻസി ആയിരിക്കും. ദാറ്റ് മീൻസ് F2. F1ന്റെ താഴെ ആയിരിക്കും F2. അപ്പൊ F1 എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി. എഫ് നോട്ട് ആദ്യം 0 അല്ലേ, പിന്നെ അല്ലേ 1 കഴിഞ്ഞിട്ടല്ലേ 2 വരിക. അപ്പം ഇങ്ങനെ പഠിക്കുക. എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ മുന്നുള്ളത് നമ്മളെ F2 എന്ന് പറഞ്ഞാൽ F1ന്റെ ശേഷമുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമുല പഠിച്ചാൽ മാത്രമേ നമുക്ക് മോഡ്, ഒരു ഗ്രൂപ്പ് ഡാറ്റ തന്നാൽ മോഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മോഡ് ഈസ് ഈക്വൽ ടു L പ്ലസ് F1 മൈനസ് എഫ് നോട്ട് ഡിവൈഡഡ് ബൈ 2F1 മൈനസ് എഫ് നോട്ട് മൈനസ് F2 ഇൻറ്റു H. അതിൽ ഓരോന്നും എന്താന്ന് പഠിക്കുക. L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ്, H എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ ക്ലാസ് ഇന്റർവൽ, F1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ്, എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് preceding the model class, F2 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് സക്സീഡിങ് ദ മോഡൽ ക്ലാസ്. അപ്പൊ ആദ്യം മോഡൽ ക്ലാസ് കാണണം. മോഡൽ ക്ലാസ് കാണാൻ കൂടുതൽ ഫ്രീക്വൻസി ഉള്ളതായിരിക്കും, ആ ഒരു ക്ലാസ് ഇന്റർവെൽ ആയിരിക്കും മോഡൽ ക്ലാസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മോഡ് കണ്ടു നോക്കിയാലോ. നമ്മളെ ഗ്രൂപ്പ് ഡാറ്റയുടെ മോഡ് കാണാം. A survey conducted on 20 households in a locality by a group of students resulted in the following frequency table for the number of family members in a household. ഇവിടെ family size തന്നിട്ടുണ്ട്, number of familiesഉം തന്നിട്ടുണ്ട്. Here we want to find the mode of this data. അപ്പൊ നമുക്ക് ഇവിടെ മോഡ് കാണണം. നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ആദ്യം നമ്മൾ നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ടേബിൾ ഒന്നും വേണ്ട. ആദ്യം നമ്മൾ മോഡൽ ക്ലാസ് കാണാം. മോഡൽ ക്ലാസ് എന്ത് വരും? മോഡൽ ക്ലാസ് മാക്സിമം ഫ്രീക്വൻസി ഉള്ളതായിരിക്കും മോഡൽ ക്ലാസ്. മാക്സിമം നമ്പർ ഓഫ് ഫാമിലീസ്, മാക്സിമം ഫ്രീക്വൻസി ഉള്ളത് 8 വരുന്ന ക്ലാസ് ഏതാ? 3 to 5. അപ്പൊ നമ്മുടെ മോഡൽ ക്ലാസ് ഈസ് ഈക്വൽ ടു 3 to 5. അപ്പൊ നമ്മളെ നമ്പർ ഓഫ് ഫാമിലീസ് ആണ് നമ്മളെ ഫ്രീക്വൻസി. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ഫാമിലി സൈസ് 3 to 5 ആണ്. ഇനി നമുക്ക് നമ്മൾ ഇക്വേഷൻ നോക്കാം. മോഡ് ഈസ് ഈക്വൽ ടു L പ്ലസ് F1 മൈനസ് എഫ് നോട്ട് ഡിവൈഡഡ് ബൈ 2F1 മൈനസ് എഫ് നോട്ട് മൈനസ് F2 ഇൻറ്റു H അല്ലേ? L പ്ലസ് F1 മൈനസ് എഫ് നോട്ട് 2F1 മൈനസ് എഫ് നോട്ട് മൈനസ് F2 ഇൻറ്റു H. അപ്പൊ L എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 3 ആണ്. ഇനി F1 എന്ന് പറഞ്ഞാല് നമ്മുടെ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി എന്താ? 8. ഇനി എഫ് നോട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ മോഡൽ ക്ലാസിന്റെ മുന്നുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസി എന്താ? 7. ഇനി F2 എന്ന് പറഞ്ഞാൽ സക്സീഡിങ് ആണ്, ശേഷമുള്ളത് എത്രയാ? 2. ദെൻ ഇനി നമുക്ക് എന്ത് കാണണം? H എന്ന് പറഞ്ഞാൽ ക്ലാസ് സൈസ്. അപ്പൊ 3 - 1 എന്ന് പറയുമ്പോ 2. അപ്പം അഥവാ 5 - 3 അങ്ങനെ എല്ലാം നമുക്ക് എന്താണ്? 2 ആണ് അല്ലെ ക്ലാസ് സൈസ് വരുന്നത്. 3, 4, 5, 5, 6, 7 അങ്ങനെ ഓരോന്നിൻ്റെതും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് മോഡ് കിട്ടും. മോഡ് ഈസ് ഈക്വൽ ടു L എന്ന് പറഞ്ഞാൽ 3 പ്ലസ് F1 8 മൈനസ് എഫ് നോട്ട് 7, 2 into 8 minus 7 minus F2 2 into H is equal to 2. ഓക്കെ, ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യണം. അപ്പൊ നമ്മളെ മോഡ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു 3 പ്ലസ് എന്താ 8 - 7 എന്ന് പറഞ്ഞാൽ 1 ബൈ ആദ്യം 2 into 8 ചെയ്യണം. അല്ലാതെ 8 - 7 ഒന്നും ചെയ്യരുത്. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ ചെയ്യുക. അപ്പൊ 8 into 2 എന്താ? 16. 16 - 7 - 2 എന്ന് വരും. 16 - 7 എന്ന് പറയുമ്പോ എന്ത് വരും? 9. 9 - 2 എന്ന് പറയുമ്പം 7. അപ്പൊ 1/7 into 2. അല്ലെങ്കിൽ 16 - 2 ആദ്യം ചെയ്താലും
പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ 14 വരും. 14 7 പോയാൽ 7. ഇനി നമുക്ക് 3 + 1/7 × 2 എന്ന് ചെയ്യണം. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു 3 + 1/7 × 2 എന്ന് പറഞ്ഞാൽ 1 × 2 2 2/7. അപ്പൊ 3 + 2/7. അപ്പൊ 2 / 7 എന്താന്ന് ഫൈൻഡ് ചെയ്തിട്ട് അതിലോട്ട് 3 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ചെയ്യാം. അപ്പൊ 2/7 0.2 × 7 14. ഇവിടെ നമുക്ക് 6 എന്ന് വരും അല്ലേ? then 60. 9 × 7 എന്ത് വരും? നമുക്ക് 2 / 7 ആണ് അല്ലേ ഫൈൻഡ് ചെയ്യേണ്ടത്. 2 / 7 which is equal to 0.285 അങ്ങനെ വരും. അപ്പം 0.28 എന്ന് എഴുതാം. 0.28. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ആദ്യം 1 / 7 എഴുതാം. അപ്പൊ 0.14 ഉണ്ടാവും. ഇൻറ്റു 2 ചെയ്താലും 0.28 ആണ്. ഓക്കെ, ഇനി 0.28ലോട്ട് 3 ആഡ് ചെയ്യുമ്പോൾ എന്താ? 3.28. 3.28. അല്ലെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? 3/1 + 2/7. 3 × 7 21 + 2/7 which is equal to 23 / 7 എന്ന് കിട്ടും ആൻസർ. അപ്പൊ 23 / 7 എന്ത് വരും? 23 / 7 which is equal to 3.285. കണ്ടോ, എങ്ങനെ ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. അപ്പൊ മോഡ് എന്ന് പറഞ്ഞാൽ L + F1 - F0 ഡിവൈഡഡ് ബൈ 2F1 - F0 - F2 × H. അപ്പൊ നമ്മൾ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ആദ്യം നമ്മൾ മോഡൽ ക്ലാസ് ആണ് അല്ലേ കണ്ടത്. അപ്പൊ മാക്സിമം ഫ്രീക്വൻസി ഉള്ളതായിരിക്കും നമ്മളെ മോഡൽ ക്ലാസ്. അപ്പൊ മോഡൽ ക്ലാസ് ഫൈൻഡ് ചെയ്തു. അങ്ങനെ മോഡൽ ക്ലാസ് കിട്ടിയാൽ നമുക്ക് നമ്മളെ L കിട്ടും, F1 കിട്ടും, F0 കിട്ടും, F2 കിട്ടും, Hഉം ഫൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഒരു ഫോർമുല നന്നായിട്ട് പഠിക്കുക. ഈ ഫോർമുല പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ? മോഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ കിട്ടിയ വാല്യൂസ് ഒക്കെ ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. അപ്പൊ സോൾവ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ബ്രാക്കറ്റിലുള്ളത് സോൾവ് ചെയ്തിട്ട് ഇൻറ്റു 2 ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ L ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതൊരു ഫ്രാക്ഷൻ ആയിട്ട് കിട്ടും, അതിലോട്ട് ഇൻറ്റു 2 ചെയ്യുക, എന്നിട്ട് മാത്രം 3 ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യമേ 3 ആഡ് ചെയ്യരുത്. അപ്പൊ നമ്മളെ ആൻസർ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ അവർ ആൻസർ ഈസ് 3.28. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോഡ് എപ്പോഴും നമ്മൾ മോഡൽ ക്ലാസിന്റെ ബിറ്റ്വീനിലുള്ള നമ്പർ ആയിരിക്കും. അപ്പൊ നമ്മൾ മോഡ് കിട്ടിയത് 3.28 ആണ്. അത് 3 to 5 എന്ന് പറഞ്ഞ ക്ലാസ് ഇന്റർവെലിന്റെ ഉള്ളിലുള്ള നമ്പർ ആണ് അല്ലെ. അപ്പൊ നമ്മളെ മോഡ് നമുക്ക് വേറെ ഇതിന്റെ ഉള്ളിലുള്ളതല്ല നമ്മളെ ആൻസർ എങ്കിൽ നമ്മളെ ആൻസർ തെറ്റായിരിക്കും. അപ്പൊ 3.28 ആണ് നമ്മളെ മോഡ് കിട്ടിയത്. സോ മോഡ് ഈസ് ഈക്വൽ ടു 3.28. So mode of this data is equal to 3.28. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മോഡ് ഫൈൻഡ് ചെയ്യുക. അപ്പൊ നമ്മൾ നോക്കാം. സംടൈംസ് മോഡ് ഈസ് ലെസ് ദാൻ ദ മീൻ. ചില ടൈമിൽ മീനിനേക്കാളും ചെറുതായിരിക്കും മോഡ്. ബട്ട് ഫോർ സം അതർ പ്രോബ്ലംസ് ഇറ്റ് മേ ബി ഈക്വൽ ഓർ മോർ ദാൻ ദ മീൻ ഓൾസോ. അപ്പൊ ചില ടൈമിൽ എന്തായിരിക്കും? മീനിനേക്കാളും ചെറുതായിരിക്കും മോഡ്. ചില ടൈമിൽ മീനിന് ഈക്വൽ ആയിരിക്കും മോഡ്. ചില ടൈമിൽ എന്തായിരിക്കും? മോഡ് എന്താണ്? മീനിനേക്കാളും വലുതും ആയിരിക്കും. ഓരോ പ്രോബ്ലംസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, ദ മോഡ് ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ് ഫോർ ഗ്രൂപ്പ് ഡാറ്റ വിത്ത് അൺഈക്വൽ ക്ലാസ് സൈസസ്. നമ്മളെ ക്ലാസ് സൈസ് ഈക്വൽ ആവണമെന്നില്ല, അൺഈക്വൽ ക്ലാസ് സൈസ് ആണെങ്കിലും നമുക്ക് മോഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ഡാറ്റയിൽ മോഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് മോഡ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മള് മീൻ പഠിച്ചു, മോഡ് പഠിച്ചു. ഇനി മോഡിന്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മീഡിയനും കൂടെ ഫൈൻഡ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് നമ്മളെ മോഡ് കാണാനുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.